ആ ദിവ്യൻ ഒരു ദിനം കയറി കഴുതയിൽ യാത്രയായി. വഴിയിൽ ഒരാളെ കണ്ടുടൻ ഇറങ്ങുന്നതായി. കാട്ടാളനായ വ്യക്തിയിൽ താനാദ്യമായി തസ്ലീം കൊണ്ടൊരു സ്വാഗതം നൽകുന്നതായി. കഴുതപ്പുറത്ത് വിളിച്ച് താൻ കയറ്റുന്നതായി. തലപ്പാവ് തൻ്റെതെടുത്തതും കൊടുക്കുന്നതായി. ഇത് കണ്ട് പറയുന്നിബ്നു ദീനാറന്ന്, അള്ളാഹു അങ്ങയെ നല്ലതാക്കട്ടെന്ന്. അഅറാബിമാരാ തങ്ങളെ ഇവരൊക്കെയും, ചെറുതൊക്കെ മതി മതി വരും അവർക്കതിൽ തൃപ്തിയും. ഉടൻ ഇബ്നു ഉമർ അതിനുത്തരം തന്നിങ്ങന, ഇവർക്കുള്ള വാപ്പയുമെൻ്റെ വാപ്പയുടിഷ്ടനാ. വാപ്പയുടിഷ്ടന്മാരെ മക്കൾ ചേർക്കലും വലുതായ ഗുണമിൽ പെട്ടതാണടുപ്പിക്കലും എന്നു നബി പറയുന്നതായി ഞാൻ കേട്ടതാ. ഇത് മുസ്ലിമിൽ നീ നോക്കിയാൽ കാണുന്നതാ. ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ, പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. കടം തീർത്തിരുന്നാലും ഇതേ രൂപത്തില, അതുപോലെ നേർച്ചകളും ഒരേ തൂക്കത്തില. ഇതുപോലെ ഇമാം ഗൗസായി പറയുന്നുണ്ട്. അതുപോലെ തൻ്റെ ഹാജാവിയും പങ്കുണ്ട്. കടമിൽ ഇനം രണ്ടുൾപ്പെടും എന്നറിയണേ, സൃഷ്ടാവിനും സൃഷ്ടിക്കുമാണെന്നോർക്കണേ. ഹജ്ജും സകാത്തും ഭീമമായൊരു ഭാരമാ, അത് വീട്ടലും അവർക്കെപ്പോഴും വന്നേട്ടമാ.